പാകിസ്ഥാനെതിരെ തുറന്നടിച്ചുകൊണ്ട് ഭാരതം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വിഷം ചീറ്റുന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. പതിറ്റാണ്ടുകളായി തന്നെ ഭീകരവാദത്തെ ഔദ്യോഗികമായി സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യത്തിന് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും പൂജ്യം വിശ്വാസ്യത മാത്രമാണ് എന്ന വ്യക്തമായ ഒരു കരണത്തടിക്കുന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു ഇതിനായി തന്നെ ഭാരതം നൽകിയത്. അതേസമയം ഇപ്പോൾ ആണവ സാങ്കേതിക വിദ്യ മോഷ്ടിച്ചും രഹസ്യമായി കടത്തിയും ലോകത്തിന് മുന്നിൽ നാണം കെട്ട ചരിത്രമുള്ള പാകിസ്ഥാൻ ഭാരതത്തെ ആണവ മര്യാദകൾ പഠിപ്പിക്കാൻ വരേണ്ട എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ തുറന്നടിച്ചുകൊണ്ട് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവ നിർവ്യാപനത്തിന്റെ കാര്യത്തിൽ ഭാരതത്തിന്റെ റെക്കോർഡ് ലോകം അംഗീകരിച്ചതാണ് എന്നും അത് കളങ്കമില്ലാത്തതാണ് എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. അതായത് വിദേശകാര്യ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കള്ളത്തരങ്ങളിലൂടെ ആണവ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു രാജ്യം അത് കയറ്റുമതി ചെയ്യുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചും ആണവ അപകടങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് വൈരുദ്ധ്യമാണ് എന്നും ഇന്ത്യ ഇവിടെ ആഞ്ഞടിക്കുകയും ചെയ്തു. ഭാരതത്തിന് ലഭ്യമാകുന്ന യുറേനിയം സിവിൽ ആവശ്യങ്ങൾക്കാണ് എന്നും എന്നാൽ അത് ആഭ്യന്തര യുറേനിയം സൈനിക ആവശ്യങ്ങൾക്കായി മാറ്റാൻ ഇന്ത്യയെ സഹായിക്കുമെന്നുമുള്ള പാകിസ്ഥാന്റെ വാദം അത് അടിസ്ഥാനരഹിതമാണ്. 1974 ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഉയർത്തുന്ന വാദങ്ങൾ അത് ചരിത്രത്തെ തന്നെ വളച്ചൊടിക്കാനുള്ള നീക്കമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഭാരതവും കാനഡയും തമ്മിൽ ഒപ്പിട്ട ചരിത്രപരമായ യുറേനിയം വിതരണ കരാറിനെതിരെ പാകിസ്ഥാൻ ഉയർത്തുന്ന ആരോപണങ്ങളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് ഇന്ത്യ രംഗത്ത് വന്നത്. മാത്രമല്ല കാനഡയുമായുള്ള കരാർ മേഖലയുടെ സുരക്ഷ തകർക്കുമെന്ന പാക് വിദേശകാര്യ വക്താവ് താഹിർ അയുടെ പ്രസ്താവന അത് തികച്ചും പരിഹാസ്യമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ തകർന്നടിഞ്ഞ ആണവ റെക്കോർഡിൽ നിന്ന് ലോക ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ ഒരു പാഴ് ശ്രമം മാത്രമാണ് എന്നതായിരുന്നു ഇന്ത്യ പരിഹാസ രൂപേണ തന്നെ ഈ വാദത്തോട് ഇവിടെ മറുപടി നൽകിയിരിക്കുന്നത്. ഭാരതത്തിന്റെ ആണവ നിലയങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ നിരീക്ഷണത്തിലല്ല എന്ന പാകിസ്ഥാന്റെ ആരോപണം തെറ്റാണ് എന്നും കൃത്യമായ രാജ്യാന്തര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് കാനഡയുമായുള്ള കരാർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ചും ഇന്ധന സുരക്ഷയെക്കുറിച്ചും ഇന്ത്യ ചർച്ച നടത്തുമ്പോൾ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി വരുന്നത് പാകിസ്ഥാന്റെ ഒരു പാപ്പരത്വം കാണിക്കുന്നതാണ്. ഭീകരവാദത്തിന്റെ പ്രഭാവ കേന്ദ്രമായ പാകിസ്ഥാൻ പ്രാദേശിക സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യമാണ് എന്നും ആയുധപന്തയത്തിന് ഇന്ത്യയല്ല മറിച്ച് അയൽ രാജ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പാകിസ്ഥാൻ ഈ ശ്രമങ്ങൾ വലിയ രീതിയിൽ അത് തന്നെയാണ് കാരണമായി തന്നെ ഇവിടെ ഇന്ത്യ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.